ഹായ് ഫ്രണ്ട്സ്, നമ്മൾ എല്ലാവരും തീരെ റോയൽ എൻഫീൽഡ് സ്പോക്സ് വണ്ടി തീരെ ശ്രദ്ധിക്കാതെ പോണ ഒരു സംഗതിയാണ് വീലിന്റെ ഡ്രോയിങ് എന്നുള്ളത്. മിക്കവാറും വണ്ടികൾ ഇപ്പൊ റബ്ബറൈസ് റോഡുകളൊക്കെ അടിപൊളി റോഡുകളാണ് എല്ലായിടത്തും. വണ്ടി ഓടുന്ന സമയത്ത് 60ന്റെ മുകളിലേക്ക് വണ്ടി ഓടുന്ന സമയത്ത് വണ്ടി ഹാൻഡിൽ വൈബ്രേറ്റ് ചെയ്യുന്നത് ഫ്രണ്ട് വീലിന്റെ ഡ്രോയിങ് ഔട്ടാണ് കേട്ടോ. അതുമാതിരി തന്നെ ബാക്കിലെ സീറ്റിന്റെ ഭാഗമാണ് ചെറുങ്ങനെ ബാക്കോടും ഒഴിഞ്ഞ് കളിക്കുന്നതെങ്കിൽ ബാക്കിലെ ഡ്രോയിങ് ഔട്ടാണ്. അപ്പൊ എങ്ങനെ സർവീസിന് കയറ്റുകയാണെന്നെങ്കിൽ സാറിന് സർവീസ് സെന്ററിൽ വീൽ ഡ്രോയിങ് ഉണ്ടാവാറില്ല. ഇത് സ്പെഷ്യൽ സ്കില്ലുള്ള ആളുകൾ മാത്രം ചെയ്യുന്ന ഒരു വർക്കാണ് വീൽ ഡ്രോയിങ് എന്ന് പറഞ്ഞ്. അപ്പം എവിടെയാണത് ചെയ്യുന്നത് വെച്ചാൽ അവിടെ പോയിട്ട് കറക്റ്റ് രണ്ട് വീലിന്റെയും ഡ്രോയിങ് കറക്റ്റ് ആക്കി എടുക്കും. എന്നാലും വണ്ടിക്ക് നിങ്ങൾ സ്റ്റഡി ആയിട്ട് വണ്ടി റോട്ടിൽ ഓടുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് എന്തായാലും കുറച്ച് ഓടുന്ന സമയത്ത് ആ വൈബ്രേഷൻ കൊണ്ട് വല്ലാതെ വണ്ടിക്ക് നമുക്ക് ക്ഷീണം തുടങ്ങും. അപ്പോൾ അതുകൊണ്ട് അലവിന്റെ ഏറ്റവും അഡ്വാൻറ്റേജ് അത് തന്നെയാണ്. വീൽ കറക്റ്റ് ആയിട്ട് റൺ ആവുന്നുള്ളതാണ്. ഇത് കറക്റ്റ് ഔട്ട് അടിച്ച് പോകുന്നതുകൊണ്ട് തന്നെ നമുക്ക് അതിന്റെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. അതുകൊണ്ട് ആ ഒരു കാര്യം എല്ലാവരും ശ്രദ്ധിച്ചാൽ വണ്ടി നമുക്ക് നല്ല രീതിയിൽ ഒഴുക്കി കൊണ്ടുപോകാൻ പറ്റും കേട്ടോ. ഓക്കെ.